ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സിനെ കുറിച്ചാണ്. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ടു conducting objects, usually plates or sheets, which are separated by some distance. And capacitors are widely used in many electronic circuits and have applications in many areas of science and technology. A simple capacitor consists of two parallel plates separated by small distance. So capacitor basically is charge storing കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിവൈസ് ആണ്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ മെയിൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പാരലൽ മെറ്റൽ പ്ലേറ്റോ അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ്സിനോ ഇടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ ഇൻസുലേറ്റർ വെച്ചിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പം കപ്പാസിറ്റേഴ്സ് എന്താണ്? ഒരു ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ട് എന്താണ്? രണ്ട് മെറ്റൽ ഷീറ്റ്സ് അല്ലെങ്കിൽ മെറ്റൽ പ്ലേറ്റ്സിനിടയ്ക്ക് സം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, അതായത് ഡൈഇലക്ട്രിക്സ് കണക്ട് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അതിനകത്ത് വരുന്നത്. കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സിലും അതുപോലെ മറ്റ് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. സോ നമുക്ക് മോട്ടീവ് സിസ്റ്റത്തിലും അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ്, ചാർജിങ് അപ്ലിക്കേഷൻസ് ആണെങ്കിലും ടൈമിംഗ് അപ്ലിക്കേഷൻസ് ആണെങ്കിലും ഒരുപാട് അപ്ലിക്കേഷൻസ് എപ്പോഴും ആവശ്യം വരുന്ന ഒരു കമ്പോണൻ്റാണ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. നൗ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് രണ്ട് പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. രണ്ട് പ്ലേറ്റ്സും പാരലലായിരിക്കും. ഓക്കെ, അതിനിടയ്ക്ക് എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും? ഒരു ഡൈഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്ന നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. കപ്പാസിറ്ററിൻ്റെ സിമ്പൽ, അതായത് രണ്ട് പ്ലേറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആ കപ്പാസിറ്റർ നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക്, ഇപ്പം ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റിലേക്കും അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കപ്പാസിറ്ററിൻ്റെ മറ്റ് പ്ലേറ്റിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിലുള്ള ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്യും? ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലേറ്റിന്, ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ നെഗറ്റീവ് ചാർജ്, ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജ് കപ്പാസിറ്ററിൻ്റെ ഈ ഒരു പ്ലേറ്റിൽ, അതായത് ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന പ്ലേറ്റിലും എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റിലും ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും. ഇങ്ങനെയാണ് കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി വെൻ എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു ബാറ്ററി, ഞാൻ പറഞ്ഞു അതിലെന്തുണ്ടായിരിക്കും? സം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം ബാറ്ററിയുടെ ടെർമിനലിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് ചാർജും അതുപോലെ നെഗറ്റീവ് ചാർജും അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കും? സം വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത്, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂട്ടി, ഇപ്പോൾ സപ്പോസ് 2 വോൾട്ട് ആണെങ്കിൽ എന്താണ് കപ്പാസിറ്ററിൽ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഇറ്റ് ടു ബി 2 വോൾട്ട്. നമ്മൾ 2 വോൾട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജും അതിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ പറയാം? ദ ചാർജ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? Q ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു V, അല്ലേ? ചാർജ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് C. സോ ഇക്വേഷൻ ഇതാണ്: Q ഈസ് ഈക്വൽ ടു CV, ദാറ്റ് ഈസ് ചാർജ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു V. ഇവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. സോ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ ടു സ്റ്റോർ ചാർജ്. ഒരു കപ്പാസിറ്ററിന് എത്ര ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നോ അതിനെയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ദ കപ്പാസിറ്റൻസി ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഓൺ ഐദർ ഓഫ് ദ കണ്ടക്ടർ പ്ലേറ്റ്സ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, അത് എന്ത് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും? V. ഇതെന്ന് നമുക്ക് V കിട്ടുമല്ലോ. V ഈസ് ഈക്വൽ ടു എന്താണ്? Q/C ആണ്. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ചാർജ് ടു ദ കപ്പാസിറ്റൻസ്, that is voltage. Okay, so C is equal to, we know Q is equal to CV, so C is equal to Q/V. So that is the ratio between charge to the voltage. അപ്പോൾ അങ്ങനെയും പറയാം.
ദെൻ ദ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് കൊളം പെർ വോൾട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷനായി C ഈസ് ഈക്വൽ ടു എന്താണ്, Q ഡിവൈഡഡ് ബൈ V ആണ്. ദാറ്റ് ഈസ് ചാർജ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക, ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കൊളംസ് അല്ലേ, പെർ വോൾട്ടേജ് ദാറ്റ് ഈസ് V. C/V എന്ന് പറയുന്നതിന് നമുക്ക് ഫാരഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കപ്പാസിറ്റേഴ്സിൻ്റെ യൂണിറ്റ് മൈക്കൽ ഫാരഡയുടെ ഓർമ്മയ്ക്ക് നമ്മൾ ഫാരഡ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ഫാരഡിലാണ്. അപ്പോൾ നമുക്ക് നോർമലി കപ്പാസിറ്റേഴ്സ് മൈക്രോ ഫാരഡ് അതുപോലെ പൈക്കോ ഫാരഡ് റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൈക്രോ ഫാരഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 10⁻⁻6 ഫാരഡാണ്. അതുപോലെ പൈക്കോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻12 ഫാരഡാണ്. കാരണം ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അളവാണ്. സോ അപ്പോൾ എപ്പോഴും നമുക്ക് കപ്പാസിറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് മൈക്രോ ഫാരഡ്സ് അതുപോലെ പൈക്കോ ഫാരഡ്സ് റേഞ്ചിലായിരിക്കും. സോ ഇത് രണ്ടുമാണ് കപ്പാസിറ്റേഴ്സിൻ്റെ സിമ്പൽ. ഓക്കെ, ദെൻ ഹൗ ടു ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ നമ്മൾ രണ്ട് പാരലൽ പ്ലേറ്റ് കൺസിഡർ ചെയ്യാണ്. ഓരോ പ്ലേറ്റിനും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് A വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏരിയ ഇപ്പം ഫസ്റ്റ് മെറ്റൽ പ്ലേറ്റിൻ്റെ ഏരിയ A ആണ്, അതുപോലെ സെക്കൻഡ് മെറ്റൽ പ്ലേറ്റിൻ്റെ ഏരിയയും A ആണ്. ഓക്കെ, രണ്ട് മെറ്റൽ പ്ലേറ്റിലും എന്തുണ്ടായിരിക്കും, ചാർജസ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ഫസ്റ്റ് പ്ലേറ്റിനകത്ത് +Q ചാർജാണ്, സെക്കൻഡ് പ്ലേറ്റിനകത്ത് -Q ചാർജ് ആണെങ്കിൽ ഇത് തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം. രണ്ട് ചാർജസ് സം ഡിസ്റ്റൻസ് അപ്പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനിടയ്ക്കൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പം ഇവിടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ the electric field between two infinite parallel plate is യൂണിഫോം ആൻഡ് ഈസ് ഗിവൺ ബൈ. നമുക്കറിയാം ഒരു ഫീൽഡ് എന്താണ്, യൂണിഫോം ഫീൽഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. രണ്ട് പാരലൽ പ്ലേറ്റുകൾ സം ഡിസ്റ്റൻസ് അപ്പാർട്ട് വെക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ഫീൽഡായിരിക്കും. സോ നമുക്കതിനെ E ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ എപ്സിലോൺ നോട്ട് ഈസ് ദ പെർമിറ്റിവിറ്റി, ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ, വേർ സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓൺ ദ പ്ലേറ്റ്. പ്ലേറ്റിലുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി, അതിൻ്റെ ചാർജ് ഡെൻസിറ്റിയാണ് എന്ത്, ഓരോ പ്ലേറ്റിലുള്ള ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് സിഗ്മ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് പെർ ഏരിയ അല്ലേ. സോ ഒരു ഏരിയ, ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയയിൽ എത്ര ചാർജ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സിഗ്മ എങ്ങനെ എഴുതാം, Q ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലേറ്റ്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ഏരിയ. സോ ഡിസ്റ്റൻസ് d², ഇഫ് ഇറ്റ് ഇസ് സ്ക്വയർ, നമ്മളൊരു സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസിന് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, d² എന്ന് പറയുന്നത് വെരി മച്ച് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ദ സൈസ് ഓഫ് ഇറ്റ്സ് പ്ലേറ്റ്. ഓക്കെ, സോ നമുക്കൊരു ഈ ഇൻഫൈനൈറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് ഇത് എന്തിനും ഈക്വലൻ്റ് ആയിരിക്കും. ഒരു ഫൈനൈറ്റ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുത്താലും ഇത് സെയിം ആയിട്ടാണ് വരിക. സോ നമുക്ക് ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ, വെർ സിഗ്മ ഈസ് ഈക്വൽ ടു Q ബൈ A. അപ്പോൾ E ഈസ് ഈക്വൽ ടു എന്താ വരിക, E ഈസ് ഈക്വൽ ടു Q ബൈ A ബൈ എപ്സിലോൺ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, Q ഡിവൈഡഡ് ബൈ A എപ്സിലോൺ. സോ Q ഡിവൈഡഡ് ബൈ A എപ്സിലോൺ ആണ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്ന് കിട്ടുക. ഓക്കെ, ദെൻ സിൻസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇസ് യൂണിഫോം ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാവിങ് സെപ്പറേഷൻ D. നമുക്ക് അറിയാം ഫീൽഡ് യൂണിഫോം ആണ്. സോ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് ഈസ് Q A എപ്സിലോൺ നോട്ട്. സോ V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, Q D ഡിവൈഡഡ് ബൈ A എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. വേർ Q ബൈ A എപ്സിലോൺ നോട്ട് ഈസ് E, then that is multiplied by the distance D. Clear? Okay, then therefore the capacitance of the capacitance. What is capacitance? Capacitance C is equal to Q by V. So substitute this V into this equation. Okay, if it is equation 1 then you can submit it to C is equal to Q by V, equation number 2. Okay, what we get, Q divided by, where V is equal to QD by A epsilon. So we get the Q and Q gets cancelled. So we get epsilon 0 A divided by D. Okay, this is our
ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ്. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്യൂവും ക്യാൻസൽ ആയത്. ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് ക്യൂ ഇൻറ്റു എ എപ്സിലോൺ divided by q into d. So q get cancelled. So we get c is equal to a epsilon naught divided by d. സോ എപ്പോഴും ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. നമ്മുടെ കപ്പാസിറ്ററിൽ ഈ ഒരു ഡെറിവേഷൻ ചോദിക്കുന്നതാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക, ഇക്വേഷനും പഠിക്കുക. സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ബൈ ഡി, വേർ എപ്സിലോൺ നോട്ട് എന്താണ്, ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പ്ലേറ്റ് വി ആർ യൂസ്ഡ്. ദെൻ d is the distance between the two parallel plates. So ഒരു ക്വസ്റ്റ്യൻ ആണ്, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ സ്ക്വയർ പ്ലേറ്റ് ഓഫ് സൈഡ്സ് 5 cm ആൻഡ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 1 mm. Question A, calculate the capacitance of this capacitor. Then B, if a 10 volt battery is connected to the capacitor, what is the charge stored in any one of the plate? Okay, so നമുക്ക് എപ്സിലോൺ നോട്ട് വാല്യൂ തന്നിട്ടുണ്ട് 8.85 × 10⁻⁻12. സോ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ബൈ ഡി ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ബൈ ഡി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ 8.85 × 10⁻12 ആണ്. ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് അത് ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 × 5, ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. സോ നമുക്ക് എങ്ങനെ എഴുതാം, 10⁻⁻4 ഡിവൈഡഡ് ബൈ 1 mm, ദാറ്റ് ഈസ് 1 × 10⁻³ അല്ലേ. ഓക്കെ, എല്ലാം യൂണിറ്റും സെയിം ആക്കുക കേട്ടോ. ദെൻ അതിനുശേഷം അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 221.2 × 10⁻13. അപ്പോൾ നമുക്കതൊരു സ്റ്റാൻഡേർഡ് അല്ലല്ലോ, 13 എന്നുള്ളൊരു വാല്യൂ നമ്മൾ പറയില്ല. ബട്ട് അത് 10⁻12 ആണെങ്കിൽ നമുക്ക് അതിന് ഒരു പൈക്കോ ഫാരഡ് ആയിട്ട് പറയാം. സോ നമുക്ക് ഒരു പോയിൻറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 22.12 × 10⁻12 പിക്കോ ഫാരഡ് ആണ് ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്നറിയാം. അപ്പോൾ നോർമലി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളടുത്ത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചെയ്യാൻ തരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഏരിയയും അതുപോലെ എന്താണ് ഡിസ്റ്റൻസും ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇഫ് എ 10 volt ബാറ്ററി ഈസ് കണക്റ്റഡ് ടു ദ കപ്പാസിറ്റർ ദെൻ വാട്ട് ഈസ് ദ ചാർജ് സ്റ്റോർഡ്. സോ നമുക്കറിയാലോ ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി, ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഇക്വേഷൻ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ് കിട്ടുക, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് കിട്ടും. അതുപോലെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നും കിട്ടും. അപ്പോൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മറ്റെല്ലാ ഇക്വേഷൻസും കിട്ടും. സോ ഇനീഷ്യലി ക്യൂ ഈക്വൽ ടു സി വി എന്നുള്ള ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, സീൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 22.12 × 10⁻12 ഇൻറ്റു വാട്ട് ഈസ് വോൾട്ടേജ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ് 12 വോൾട്ടാണ്. സോ ആൻസർ എന്താ വരിക, 221.2 പൈക്കോകുളം. ഓക്കെ, ദെൻ ഈ ഒരു സ്ലൈഡിനകത്ത് എല്ലാറ്റിൻ്റെ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതായത് കപ്പാസിറ്റൻസിൻ്റെ ഡെഫിനിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റൻസിൻ്റെ സിമ്പൽ ഉണ്ട്. എന്താണ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചാർജ് സ്റ്റോർഡ് ഓൺ എനി ഓഫ് ദ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ ടു ദ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനെയാണെന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് പറയുന്നത്. അപ്പോൾ നമ്മളത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എന്താണ്, സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ളത് കിട്ടും. ആൻഡ് ഇപ്പം അതുപോലെ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ്സ് ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഡൈഇലക്ട്രിക്, അത് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയാണ്. ദെൻ ഏരിയ ഓഫ് പ്ലേറ്റ് ഓവർലാപ്പ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ് ആൻഡ് എ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻ പ്ലേറ്റ്സ്. ഇനിയിപ്പോൾ എപ്സിലോൺ നോട്ട് എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എയറിൻ്റെ പെർമിറ്റിവിറ്റി ആണെന്നുള്ളത്. ബട്ട് ഡൈഇലക്ട്രിക് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ തരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. എപ്പോഴും എന്താ ആവില്ല, എപ്സിലോൺ നോട്ട് എന്നുള്ള വാല്യൂവിന് ആയിരിക്കില്ല. തന്നിട്ടുള്ള ഡൈഇലക്ട്രിക്കിനനുസരിച്ചിട്ട് എന്തായിരിക്കും, നമ്മൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്ത് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഓരോ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനും അതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട്.
സോ അതിലേതെങ്കിലുമൊക്കെ ഒരു വാല്യൂ ക്വസ്റ്റ്യന് തരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും ഇക്വേഷൻ സെയിം ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ബാറ്ററിയിലുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലസ് ചാർജ് എന്ത് ചെയ്തു, ക്യൂ എന്നുള്ള ഈ ഒരു പ്ലേറ്റിനകത്ത് പ്ലസ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പ്ലേറ്റിനകത്ത് മൈനസ് ചാർജ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പ്ലേറ്റും തമ്മിൽ എന്തുണ്ടായിരിക്കും, സം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. സപ്പോസ് എ സ്മോൾ ചാർജ് ക്യൂ ഈ സ്റ്റോർഡ് ഇൻ ദ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ. നമ്മളൊരു ചാർജ്, ഒരു ക്യൂ എന്നുള്ള ഒരു പ്ലേറ്റിൽ ഒരുപാട് ചാർജ് ഉണ്ടായിരിക്കും. ബട്ട് വി ആർ considering only one charge, a plus q. We are considering plus q charge on the positive plate of the capacitor. Then with respect to the battery voltage V and a small work done is dW. Okay, now നമുക്കറിയാം നമ്മൾ വർക്കാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, വർക്ക് W ഈസ് ഈക്വൽ ടു എന്താ വരിക, V ഇൻറ്റു ക്യൂ ആണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. വർക്ക് ഈസ് ഈക്വൽ ടു V ഇൻറ്റു ക്യൂ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ നമുക്ക് ഒരു കപ്പാസിറ്ററിൽ എത്ര എനർജി സ്റ്റോർ ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്മോൾ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കപ്പാസിറ്ററിനകത്ത് ക്യൂ എന്നുള്ളൊരു ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വർക്ക് ചെയ്തു, ആ ഒരു രീതിയിലാണ് നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഒരു സ്മോൾ വർക്ക് DW എടുക്കുകയാണെങ്കിൽ നമുക്ക് 0 to W എത്രയാണോ മാക്സിമം വർക്ക് അത്രയും നമ്മൾ ഇൻറ്റഗ്രേഷനിൽ ലിമിറ്റ് കൊടുക്കണ്ടേ. 0 to മാക്സിമം, അതായത് 0 to ഇഫ് W എന്നുള്ളൊരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഒരു സ്മോൾ വർക്കാണ് എന്ത്, DW, ഒരു ചേഞ്ച് ഇൻ വർക്കാണ് എന്താണ് DW എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ ഇൻറ്റഗ്രൽ 0 to W DW ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ചാർജ് അല്ലേ. സോ നമുക്കറിയാം ഇവിടെ എന്താണ് ചാർജ് അതിന് ചേഞ്ച് വരുന്നുണ്ട്. വോൾട്ടേജ് എന്താണ്, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് അവിടെ ചാർജിൽ വേരിയേഷൻ വരും. സോ നമുക്ക് ആ ഇക്വേഷൻ എഴുതുമ്പോൾ 0 to Q V DQ. അപ്പം DQ ആണ് ചേഞ്ച് വരുന്നത്, എന്തിനാണ്, ചാർജിനാണ്. സോ ലിമിറ്റ് എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ കൊടുക്കണം, 0 to Q മാക്സിമം ചാർജ് വരെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടുന്നാണ് ഇക്വേഷൻ കിട്ടിയത്, W ഈസ് ഈക്വൽ ടു വി ക്യൂ എന്നുള്ളതിൽ നമ്മൾ എന്താണ് ഇൻറ്റഗ്രൽ 0 to W D വർക്ക്, അതായത് എന്താ ചേഞ്ച് ഇൻ വർക്ക് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to Q V DQ. ഓക്കെ, സ്മോൾ ചാർജ് എടുക്കുകയാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്കറിയാം വർക്ക് ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക, ഏതാണോ ഫംഗ്ഷൻ അല്ലേ. സോ W ഈക്വൽ ടു എന്ത് വന്നു, 0 to Q. ഇനി V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V ഈസ് ഈക്വൽ ടു എന്താണ്, Q ബൈ C ആണല്ലോ. വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു, 0 to Q W ഈസ് ഈക്വൽ ടു 0 to Q Q ബൈ C DQ എന്ന് കിട്ടി. ഓക്കെ, അതാണ് ഈ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇനി നമ്മളെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ഇത് നമുക്ക് C പുറത്തെടുക്കാമല്ലോ അല്ലേ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഞാൻ എഴുതാം W ഈസ് ഈക്വൽ ടു 0 to Q. അപ്പോൾ ഞാൻ ദാറ്റ് ഈസ് Q ബൈ C DQ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് 1/C പുറത്തെടുത്തൂടെ, 1/C പുറത്തെടുത്തു. ഇൻറ്റഗ്രൽ 0 to Q DQനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക, Q സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/C എന്നല്ലേ വരിക. ദാറ്റ് ഈസ് W ഈക്വൽ ടു 1/C Q സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു Q സ്ക്വയർ ബൈ 2C എന്ന് പറയാം അല്ലേ. അപ്പോൾ Q സ്ക്വയർ ബൈ 2C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതായത് Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CV ആണ് അല്ലേ. സോ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, ഹാഫ് CV സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അതായത് താഴെയുള്ളൊരു സിയും ക്യാൻസൽ ആവില്ലേ. അതായത് 1/2 ഇൻറ്റു Q സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CV ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C ആണ്. സോ ഒരു സിയും ക്യാൻസലായി. സോ നമുക്ക് മുകളിൽ എന്ത് കിട്ടും, CV സ്ക്വയർ കിട്ടും. ഇവിടെ ഒരു 1/2 ഉണ്ട്. സോ ഹാഫ് CV സ്ക്വയർ എന്ന് കിട്ടും. ഈ ഹാഫ് CV സ്ക്വയർ ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ. അതുതന്നെയാണ് എന്ത്, ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിയും അതുപോലെ വിൻ്റെയും വാല്യൂ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കപ്പാസിറ്ററിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, കപ്പാസിറ്റൻസിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു C ഹാഫ് ഇൻറ്റു CV സ്ക്വയർ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് എന്നുള്ളതും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ്
കപ്പാസിറ്റേഴ്സിനെ നമുക്ക് സീരീസ് ആയിട്ടും അതുപോലെ പാരലലായിട്ടും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് വൈസ് നമ്മൾ റെസിസ്റ്റേഴ്സും സീരീസ് പാരലൽ കണക്ഷൻ ചെയ്തിരുന്നു. അതുപോലെ റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് പാരലൽ കണക്ഷൻ്റെ കോമ്പിനേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സിനെ നമുക്ക് സീരീസ് ആയിട്ടും അതുപോലെ പാരലലായിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. റെസിസ്റ്റേഴ്സിൽ കപ്പാസിറ്റേഴ്സും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ കേസിൽ. ഓക്കെ, കപ്പാസിറ്റർ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനോട് ഈക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അപ്പോൾ എങ്ങനെയാണ് കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്യുക? ഇതുപോലെയാണ്. കപ്പാസിറ്റർ C1, C2, C3 ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ നമുക്കറിയാം പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റേഴ്സിൽ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എല്ലാ കപ്പാസിറ്റേഴ്സിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ഈക്വലാണ്. ബട്ട് എന്താണ്? ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ ഹാവ് സെയിം വോൾട്ടേജ്, ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് VAB ആണ്, അക്രോസ് ഈച്ച് വൺ, ആൻഡ് ദ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് ഈസ് വൺ ദാറ്റ് സ്റ്റോർസ് ദ സെയിം ടോട്ടൽ ചാർജ്. ഓക്കെ, ചാർജ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ചാർജ് Q ഈസ് ഈക്വൽ ടു എന്താ? ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. സോ Q1 + Q2 + Q3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ചാർജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? Q ഈസ് ഈക്വൽ ടു Q1 + Q2 + Q3 ആയിരിക്കുമല്ലോ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. സോ ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്? CV അല്ലേ? ചാർജ് Q ഈസ് ഈക്വൽ ടു CV ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? വോൾട്ടേജ് ഓൾറെഡി ഈക്വലാണ്, എല്ലാ വോൾട്ടേജും ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? Q1ൻ്റെ സ്ഥാനത്ത് C1V എന്ന് എഴുതാം, പ്ലസ് Q2 ഈസ് ഈക്വൽ ടു C2V പ്ലസ് Q3 ഈസ് ഈക്വൽ ടു C3V എന്ന് എഴുതാം. ഓക്കെ, കാരണം എന്താണ്? Q ഈസ് ഈക്വൽ ടു CV ആണ്. അപ്പം വോൾട്ടേജ് എല്ലാത്തിലും സെയിം ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് C1V പ്ലസ് C2V പ്ലസ് C3V എക്സെട്ര ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം V നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് എന്താ വരിക? C1 + C2 + C3 ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ആയതുകൊണ്ട്. സോ വി ഗെറ്റ് Q ഈസ് ഈക്വൽ ടു V ഇൻറ്റു C1 + C2 + C3. സോ നമുക്ക് എന്താ പറയാം? Q/C. ഈ Q/C ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? Q/V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈ വീനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ വരിക? Q/V ഈസ് ഈക്വൽ ടു എന്ത് വന്നു? C1 + C2 + C3 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ Q/V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് ആണ്. സോ ഈക്വലൻ്റ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ വരിക? C ഈക്വലൻ്റ് ഈക്വൽ ടു എന്താ വരിക? C1 + C2 + C3 എന്നാണ് വരിക. അതായത് എല്ലാ കപ്പാസിറ്റേഴ്സും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അതിൻ്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പാരലൽ കപ്പാസിറ്റേഴ്സിൻ്റെ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചാർജ് സെയിം ആണ്, ബട്ട് വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. സോ ചാർജ് സെയിം ആയതുകൊണ്ട് എല്ലാ ചാർജും കൂടി ആഡ് ചെയ്തതായിരിക്കും ടോട്ടൽ ചാർജ്. അതാണ് Q ഈസ് ഈക്വൽ ടു Q1 + Q2 + Q3 എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഒന്നും ചെയ്തിട്ടില്ല. Q1ൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഇക്വേഷൻ കൊടുത്തു. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു C × V എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ C1ഉം C2ഉം C3 ആണ്, എല്ലാം സെയിം വാല്യൂ അല്ല ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ C1V സെയിം ആയിരിക്കും. അപ്പോൾ C1V + C2V + C3V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V പുറത്തെടുക്കാമല്ലോ അല്ലേ? സോ C1 + C2 + C3 എന്ന് കിട്ടില്ലേ? സോ ഈ നമുക്ക് C1 + C2 + C3 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? C ഈക്വലൻ്റ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ എന്താണ് C ഈക്വലൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C1 + C2 + C3 ആയിരിക്കും. ഓക്കെ, നൗ സോ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് എന്തായിരിക്കും? ചാർജ് സെയിം ആയിരിക്കും. അതാണ് പ്രത്യേകത. വോൾട്ടേജ് എന്താണ്? ഡിഫറെൻ്റ് ആണ്, ആൻഡ് ചാർജ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഇത് നോക്കുക, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? V ഈസ് ഈക്വൽ ടു V1 + V2 + V3 എന്ന് എഴുതിക്കൂടെ? ഇനി എന്താണ് V ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് Q/C അല്ലേ? ഓക്കെ, Q/C ആണ്. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. Vക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? ചാർജ് എന്തായിരിക്കും? ഇത് സീരീസ് ആയതുകൊണ്ട് തന്നെ ചാർജ് സെയിം ആയിരിക്കും. സോ Q/C1 + Q/C2 + Q/C3 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ വോൾട്ടേജ് V. അപ്പം V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q/C ആണല്ലോ. സോ Q/C ഈക്വൽ ടു Q1/C1 + Q/C1 + Q/C2 + Q/C3 എന്ന് കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് Q പുറത്തെടുക്കാം. സോ 1/C1 + 1/C2 + 1/C3 എന്ന് വരും. ഓക്കെ, സോ ഈ Q/C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കപ്പാസിറ്റൻസ് അല്ലേ? Q/C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക?
ഈ മീൻസ് അതായത് ഈ ഒരു Q/C ഇവിടെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുണ്ട്. സോ നമുക്കറിയാം എന്താണ്, ഒന്നുകൂടി ഇക്വേഷൻ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് വി ഗെറ്റ് Q/C, ദാറ്റ് ഈസ് അവർ വോൾട്ടേജ്. ഓക്കെ, Q/C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വോൾട്ടേജിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഇൻ ടേംസ് ഓഫ് ചാർജ് ആൻഡ് കപ്പാസിറ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C1 പ്ലസ് Q ഡിവൈഡഡ് ബൈ C2 പ്ലസ് Q ഡിവൈഡഡ് ബൈ C3. ഓക്കെ, നൗ ഈ Q നമുക്കൊന്ന് പുറത്തെടുത്ത്, എല്ലാം സെയിം ആയതുകൊണ്ട് ബ്രാക്കറ്റിന് പുറത്തെടുക്കുകയാണ്. സോ നമുക്ക് ഉള്ളിൽ 1/C1 പ്ലസ് Q ഇൻറ്റു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, LHSൽ ഇവിടെ ഒരു Q/C ഉണ്ട് അല്ലേ. ഇനി നമുക്കറിയാം ചാർജ് സെയിം ആണ്. അപ്പോൾ ഈ Qവും ക്യാൻസൽ ആവുമല്ലോ ചാർജ് സെയിം ആകുമ്പോൾ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ വരിക, 1/C ഈക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പാരലൽ റെസിസ്റ്റേഴ്സിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കപ്പാസിറ്റേഴ്സ് ഇതിൻ്റെ കേസിൽ വരുമ്പോൾ എന്തായിരിക്കും, സീരീസിൽ ആവുമ്പോഴാണ് ഈ 1/C1 1/C2 എന്നുള്ള ആ ഒരു ടേം, ആ ഒരു ഈക്വലൻറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളതങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടു ഫൈൻഡ് ദ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ്, എക്സാമിന് എപ്പോഴും തുടരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസിൻ്റെ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ ഈക്വലൻറ്റ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിൻ്റെ ഒരു ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് കാണാനായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതൊരു പാരലൽ കോമ്പിനേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ 1, 3 കപ്പാസിറ്റർ എന്താണ്, പാരലൽ കണക്ഷനാണ്. ഓക്കെ, 1ഉം 3ഉം കപ്പാസിറ്റേഴ്സ് എന്താണ്, പാരലൽ കണക്ഷനാണ്. അതുപോലെ 6ഉം 2ഉം ഫാരഡാണ്. 6 ഫാരഡും 2 ഫാരഡ് കപ്പാസിറ്റേഴ്സും എന്താണ്, മൈക്രോ ഫാരഡ്. ഓക്കെ, അതും പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാരലൽ കോമ്പിനേഷന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്തുകൂടെ. അപ്പോൾ പാരലൽ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് പറയുന്നത് എന്തായിരിക്കും, C1 പ്ലസ് C2 ആണല്ലോ പാരലൽ ആകുമ്പോൾ. സോ C1 പ്ലസ് C2 എന്ന് പറയുമ്പോൾ ഇവിടെ വാല്യൂ 1 പ്ലസ് 3 ആണ്. സോ നമുക്ക് അതിനെന്ത് ചെയ്യാം, ഒരു 4 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, അതാണിത്. അപ്പോൾ അതിന് മുന്നുള്ള 4 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ക്ലിയർ. ദെൻ നെക്സ്റ്റ് 6 ആൻഡ് 2 അതും എന്താണ്, പാരലലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് കിട്ടും. അപ്പോൾ 6 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 8. സോ 8 ഇവിടെ എഴുതി. അതോടൊപ്പം തന്നെ വേറൊരു 8 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് വേറെ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഇവിടെ വരച്ചു. ഇനിയിപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, ഈ 4 ഓമും റെസിസ്റ്റേഴ്സ് വരുന്നു. 4 മൈക്രോ ഫാരഡും കപ്പാസിറ്റേഴ്സ് എന്താണ്, സീരീസ് കണക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, 1/C1 പ്ലസ് 1/C2 ആണ് ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഞാനൊരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു. 1/C ഈക്വലൻറ്റ്, അതായത് റെസിസ്റ്റൻസിൻ്റെ കേസിൽ എന്താണ്, C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമ്മളിതിലൂടെ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാം 4 × 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 4 ആണ്. ദാറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ എന്താ വരിക, 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അതല്ലെങ്കിൽ ഒരു വഴിയുണ്ട്, എന്താണ്, രണ്ടും സെയിം വാല്യൂലുള്ളതാണ്. സോ സെയിം വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂവിൻ്റെ ഹാഫ് എടുത്താൽ മതി, സെയിം വന്നാൽ. ഇപ്പോൾ 4 മൈക്രോ ഫാരഡും 4 മൈക്രോ ഫാരഡും കൂടി സീരീസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, രണ്ടും സെയിം ആണ്. ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അല്ലെങ്കിൽ C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് അതിൻ്റെ വാല്യൂ ഇങ്ങനെ ഹാഫായിട്ട് എടുത്താലും മതി. ഓക്കെ, താഴെ ആണെങ്കിലോ 8 അത് രണ്ടും എന്താണ്, സീരീസ് കണക്ഷനാണ്. സോ നമുക്ക് അതിൻ്റെ വാല്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, 8 × 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 16 ദാറ്റ് ഈസ് 4. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 8ൻ്റെ ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂൻ്റെ ഹാഫ് എടുത്താൽ മതി. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ആയി. 2ഉം 4ഉം എന്തായി, ഇപ്പോൾ വീണ്ടും പാരലലായി. ഇനി പാരലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 4 + 2 = 6. ഇങ്ങനെയാണ് കപ്പാസിറ്റേഴ്സിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈൻഡ് ദ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ 3 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് എ 24 വോൾട്ട് ബാറ്ററി. ഓക്കെ, ക്വസ്റ്റ്യൻസ് അനുസരിച്ചിട്ട് കപ്പാസിറ്റേഴ്സ് എന്ത് രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, പാരലലാണ്. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് ആണ്. അപ്പം പാരലൽ എന്ന് പറയുമ്പോൾ ഈക്വലൻറ്റ് കപ്പാസിറ്റൻസ് എന്താണ്,
C1 + C2 + C3 അല്ലേ. സോ അതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ 6 + 4 + 2 ദാറ്റ് ഈസ് 12. നമുക്ക് 12 മൈക്രോ ഫാരഡ് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ ഇങ്ങനെ പാരലലായിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ ആദ്യം ഇതിനകത്തുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ള വാല്യൂ മാക്സിമം ലാർജ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അതായത് ഈ ഒരു കപ്പാസിറ്റേഴ്സിൽ കോമ്പിനേഷനിൽ 2, 4, 6 മൈക്രോ ഫാരഡാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 6 മൈക്രോ ഫാരഡാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് എപ്പോഴും എന്തായിരിക്കും? 6 മൈക്രോ ഫാരഡ്. അതായത് ഈ തന്നിട്ടുള്ള നെറ്റ്വർക്കിലുള്ള ലാർജസ്റ്റ് വാല്യൂ കപ്പാസിറ്ററിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. സി ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ I = 1 to n CI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സിഗ്മ എന്ന് പറയുമ്പോൾ അഡീഷന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുക. അപ്പം അതിൻ്റെ വാല്യൂ 1 to n വരെ കൊടുക്കുക. അപ്പോൾ CI എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സിഗ്മ C1 + C2. ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് C1 + C2 + C3 + എക്സെട്ര. കാരണം CI എന്നാണല്ലേ, CI സിഗ്മ I to n CI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? CI എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 മുതൽ n വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കെപ്പോഴും കപ്പാസിറ്റൻസ് 1ഉം 2ഉം ആവില്ല, നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് തരും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് തരും. സോ ആ സമയത്ത് നമുക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ജനറൽ ഇക്വേഷനാണ് CE = സിഗ്മ I = 1 to n CI എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ കാണുന്നത് ഫൈൻഡ് ദ ടോട്ടൽ ചാർജ് QT ആൻഡ് ചാർജ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അപ്പോൾ ഓരോ ടോട്ടൽ ചാർജും കാണണം, അതുപോലെ ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജും കാണണം. ഓക്കെ, നമുക്കറിയാം ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണെന്ന് അല്ലേ. സോ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്താ വരിക? ആഡ് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് 6 + 4 + 2 എത്രയാണ്? 12 കിട്ടി. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്കതിൻ്റെ ഓരോന്നിലുള്ള ചാർജ് കാണണം. വോൾട്ടേജ് ഓൾറെഡി അറിയാം. വോൾട്ടേജ് എത്രയാണ്? 24 വോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് എല്ലാ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് 24 വോൾട്ടാണ്. നമുക്ക് ഈക്വലൻ്റ് കപ്പാസിറ്റൻസും കിട്ടി, അതുപോലെ 24 വോൾട്ട് കിട്ടി. ഓക്കെ, എങ്ങനെയാണ് 12 മൈക്രോ ഫാരഡ് കിട്ടിയത്? ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 + C2 + C3 അല്ലേ. അതാണല്ലോ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ്. അതായത് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. 2 + 4 + 6 ദാറ്റ് ഈസ് 12. ക്ലിയർ. ദെൻ ഈ ചാർജ് ഓരോന്നിനും അക്രോസുള്ള ചാർജ് കാണണം. ഓരോന്നിനും എത്ര ചാർജ് ഉണ്ടെന്ന് എങ്ങനെ കാണാം? Q1, Q2, Q3. അതായത് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് ഇത് Q2 ആണ്, ഇത് Q3 ആണ്. സോ Q1 എങ്ങനെ കാണാം? Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ C1 അക്രോസ് C1ലുള്ള ചാർജാണ്. അപ്പോൾ ചാർജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. Q = C × V അല്ലേ. സി അറിയാം. C1ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 2 × Q1 = C1 × V ദാറ്റ് ഈസ് 2 × 10⁻⁻6 × V എത്രയാണ്? 24 × 24 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 48 മൈക്രോ കൂളംബ് ചാർജ്. ക്ലിയർ. ഇനി അതുപോലെ അടുത്തത് കണ്ടുകൂടെ? നെക്സ്റ്റ് Q2 ആണ്. Q2 = എന്താണ്? Q2 = C2 × വോൾട്ടേജ്, അതായത് V. അപ്പോൾ C2ൻ്റെ വാല്യൂ എന്താണ്? 4. സോ 4 × 24. 4 × 24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 96. ഒരു × 10⁻⁻6 കൂടി വരും. സോ 96 × 10⁻⁻6 മീൻസ് 96 മൈക്രോ കൂളംബ്. നെക്സ്റ്റ് വൺ Q3 കാണണം. Q3 = ഇത് Q2 ആണ്, ഇത് Q1 ആണ്. Q3 = എന്താണ്? തേർഡ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ 6 മൈക്രോ ഫാരഡ്. സോ 6 × വോൾട്ടേജ് 6 × 10⁻⁻6 × വോൾട്ടേജ് എന്താണ്? 24. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 144 മൈക്രോ കൂളംബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ കിട്ടുന്നതാണല്ലോ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. QT = ടോട്ടൽ ചാർജ് QT = എന്താണ്? ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് × വോൾട്ടേജ് വേർ Q = CV അല്ലേ. സോ ഇവിടെ C എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റൻസ് അല്ലല്ലോ, ഒരു ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമല്ലോ. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 12. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ Cൻ്റെ സ്ഥാനത്ത് C ഈക്വലൻ്റ് വാല്യൂ, അതായത് 12 × 10⁻⁻6 × V എന്താണ്? 24 വോൾട്ട് × 24 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 12 × 24 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 288 മൈക്രോ കൂളംബ് എന്ന് കിട്ടും. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ചാർജ് ഓരോന്നിലുള്ള ചാർജ് കണ്ടുപിടിക്കാൻ വരാം, വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വരാം, അതുപോലെ ഈക്വലൻ്റ് കപ്പാസിറ്റൻസും കാണാനായിട്ട് പറയാം.
നെക്സ്റ്റ് വൺ സമ്മറിയാണ്. സീരീസ് സർക്യൂട്ടിൻ്റെ എന്താണ് അതിൽ ചാർജ് സെയിം ആയിരിക്കും. സോ Q ഈസ് ഈക്വൽ ടു Q1 ഈസ് ഈക്വൽ ടു Q2 ഈസ് ഈക്വൽ ടു Q3. അതുപോലെ വോൾട്ടേജ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് V1 പ്ലസ് V2 പ്ലസ് V3. ദെൻ രണ്ട് കപ്പാസിറ്റേഴ്സാണ് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C1 C2 ബൈ C1 പ്ലസ് C2. ഇനി ഒരു ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് കാണുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 1/C ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n 1/C1. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? 1/C ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എക്സെട്ര പ്ലസ് 1/Cn എന്ന് കിട്ടും. ഓക്കെ, നൗ പാരലൽ സർക്യൂട്ടിൻ്റെ സമ്മറി. അതായത് പാരലൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് Q1 പ്ലസ് Q2 പ്ലസ് Q3 ആയിരിക്കും. ഓരോന്നിലുള്ള ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും, ബട്ട് വോൾട്ടേജ് സെയിം ആണ്. സോ V ഈസ് ഈക്വൽ ടു V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V3. ഓക്കെ, ഇനി അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? CE ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n CI. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ സിഗ്മ ഒക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. സിഗ്മ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? C ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ C1 പ്ലസ് C2 പ്ലസ് എക്സെട്ര പ്ലസ് Cn. ഓക്കെ, നൗ കോംപ്ലക്സ് സർക്യൂട്ട് തരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ പോലെ പാരലൽ അതുപോലെ സീരീസ് കോമ്പിനേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കപ്പാസിറ്റേഴ്സിൻ്റെ ടൈപ്സ് ആണ്. കപ്പാസിറ്റേഴ്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട്, നമ്പർ ഓഫ് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ചാർട്ട് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് കപ്പാസിറ്റേഴ്സിനെ ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് അതുപോലെ വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇപ്പം ഒരു 25 മൈക്രോ ഫാരഡ് കപ്പാസിറ്റൻസ് ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? 25 മൈക്രോ ഫാരഡ് ആയിരിക്കും തരിക അതിൻ്റെ വാല്യൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഫിക്സഡ് വാല്യൂ കപ്പാസിറ്ററിനെയാണ് ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ വാല്യൂ, കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. അങ്ങനത്തെ കപ്പാസിറ്റേഴ്സിനെയാണ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുക. ഈ ട്യൂണിങ് പർപ്പസിനൊക്കെ വേണ്ടി അതുപോലെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ റേഡിയോയിലൊക്കെ ട്യൂണറായിട്ട് യൂസ് ചെയ്യില്ലേ? അതായത് വോളിയം നമുക്ക് എന്താണ് സ്റ്റേഷൻസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിക്സഡ് കപ്പാസിറ്റർ തന്നെ രണ്ട് രീതിയിലുണ്ട്. നോൺ പോളറൈസ്ഡ് ആൻഡ് പോളറൈസ്ഡ്. നോൺ പോളറൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ എടുക്കുകയാണെങ്കിൽ ആ കപ്പാസിറ്ററിൽ എന്തുണ്ടാവില്ല? പ്രത്യേകിച്ച് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞിട്ട് ചാർജ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അത് എന്തുണ്ടാവില്ല? പ്ലസ് കൊടുക്കണം അല്ലെങ്കിൽ മൈനസ് കൊടുക്കണം എന്നുള്ള പൊളാരിറ്റി മാർക്ക് ചെയ്യാത്തതിനെയാണ് എന്ത് പറയുന്നത്? നോൺ പോളറൈസ്ഡ് എന്ന് പറയുന്നത്. പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നതിനെയാണ് പോളറൈസ്ഡ് എന്ന് പറയുന്നത്. പൊളാരിറ്റി മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പാസിറ്റർ, ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് പോസിറ്റീവ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ലീഡും ഉണ്ടായിരിക്കും, നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലീഡും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാറി കണക്ട് ചെയ്യാൻ പാടില്ല. അതിന് പൊളാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പ്ലസും അതുപോലെ മൈനസും എന്ത് ചെയ്തിട്ടുണ്ടാവും? മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററിൻ്റെ എക്സാമ്പിളാണ് ഫിലിം, മൈക്ക, സെറാമിക് കപ്പാസിറ്റർ, ഗ്ലാസ് ടൈപ്പ്, പോളിസ്റ്റർ കപ്പാസിറ്റർ, ടെഫ്ലോൺ, പോളിസ്ട്രീൻ, അതുപോലെ പ്രൊപ്പലിൻ ആൻഡ് പോളികാർബണേറ്റ്. അതായത് ഇതൊക്കെ എന്താണ്? കപ്പാസിറ്റർ ഞാൻ പറഞ്ഞു രണ്ട് പാരലൽ പ്ലേറ്റിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്യുന്നതാണ് കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് ആയിട്ട് ഏത് മെറ്റീരിയലാണോ യൂസ് ചെയ്യുന്നത്, ഒന്നുകിൽ എയർ ആവാം. ഇപ്പോൾ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനെ ഡിറൈവ് ചെയ്തു. അപ്പോൾ C ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് A/D എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? എയറിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ബട്ട് എയർ ഇൻസ്റ്റെഡ് ഓഫ് എയർ എന്തും വരാം, ഏതെങ്കിലും ഒരു ടൈപ്പ് മെറ്റീരിയൽ, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വരാം. അപ്പോൾ ആ മെറ്റീരിയലാണ് ഇതൊക്കെ. ഫിലിം, ഇപ്പം ഈ രണ്ട് പാരലൽ പ്ലേറ്റിനിടയ്ക്ക് ഒന്നുകിൽ ഫിലിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെറാമിക് യൂസ് ചെയ്യാം, ഒരു ഗ്ലാസ് യൂസ് ചെയ്യാം. ഇതിൽ ഏതൊരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇത്. അതെവിടെ വരുന്നത്? നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററിൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അതിന് പൊളാരിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ സൂപ്പർ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സാണ് അലൂമിനിയം അതുപോലെ ടെൻറ്റാലം. അതാണ് അതിൻ്റെ രണ്ട് ടൈപ്സ് ഉള്ളത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സൊക്കെ. ദെൻ ഡബിൾ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൈ റീചാർജബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലോക്കോമോട്ടീവ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് കപ്പാസിറ്റേഴ്സാണ് സൂപ്പർ കപ്പാസിറ്റേഴ്സ്. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ വളരെ ഹൈ ആയിരിക്കും. മീൻസ് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, അതുപോലെ അത് റീചാർജബിൾ ആണ്, അതിന് ക്യാരി ചെയ്യാവുന്ന കറൻറ്റ്, ഇതൊക്കെ എന്തായിരിക്കും?
വളരെ അതായത് മാക്സിമം നിലവിലുള്ളതിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അപ്ലിക്കേഷൻസിൽ വൈഡായിട്ട് സൂപ്പർ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് ഡബിൾ ലെയർഡ് ആൻഡ് സ്യൂഡോ. ഓക്കെ, അപ്പോൾ ഇതൊരു വൈഡ് ടോപ്പിക്കാണ്, എന്താണ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന്. പക്ഷേ ഇത്രയും ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ദെൻ വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ഓഫ് കപ്പാസിറ്റർ? കപ്പാസിറ്റർ ഇതുപോലെ നമുക്ക് ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മുടെ TV ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ഏത് ഡിവൈസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡിവൈസുകളിലെല്ലാം തന്നെ കപ്പാസിറ്റേഴ്സ് കാണും. ഫാന്, നമ്മുടെ റെഗുലേറ്റർ ഇല്ലേ, ഫാനിൽ യൂസ് ചെയ്യുന്ന റെഗുലേറ്റേഴ്സ്, അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന എല്ലാ സർക്യൂട്ട്സിലും എന്തുണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സോ കപ്പാസിറ്റേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചൊരു അപ്ലിക്കേഷൻസ് എടുത്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. കപ്പാസിറ്റേഴ്സ് യൂസസ് എ ടൈമിംഗ് എലമെൻറ്റ്. ഓക്കെ, ഒരു ടൈമിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സപ്രഷൻ ആൻഡ് കപ്ലിംഗ്, അതായത് കപ്പാസിറ്റേഴ്സിൽ നമുക്ക് കപ്ലിങ്ങിന് ഒരു സ്റ്റേജ്, ഒരു ആംപ്ലിഫയറിൻ്റെ ഒക്കെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. എനർജി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യും. ദെൻ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിൽറ്റേഴ്സായിട്ട് ഹൈ പാസ് ഫിൽറ്റർ, അതായത് ഹൈ ഫ്രീക്വൻസിനെ കടത്തിവിടാനും അതുപോലെ ലോ ഫ്രീക്വൻസി സിഗ്നലുകളെ കടത്തിവിടാനുള്ള ഫിൽറ്റേഴ്സായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ നോയ്സ് ഫിൽറ്റേഴ്സ്, അതുപോലെ സ്നെബർ സർക്യൂട്ട് മീൻസ് ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ടാണ് SCRലൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് SCRലുണ്ട്. നിങ്ങൾ റെഫർ ചെയ്യുക, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കപ്പാസിറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ.